ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ ഈദിൻ്റെ വ്ളോഗാട്ടോ. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, കുറച്ച് ദിവസമായിട്ടുണ്ട്. അങ്ങനെ ഇതാ നേരം വെളുത്ത് ഉറങ്ങി എണീച്ച് കുളിയും നനിയെല്ലാം കഴിഞ്ഞിട്ട് താഴെ പോകാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ താഴെ വന്നിട്ടുണ്ട്. നമ്മൾ നാസ്തേൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. പുട്ടാട്ടാക്കുന്നത്. പിന്നെ ഇത് മസാലക്കുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടാട്ടോ ഉള്ളത്. ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. ആ ഒരു തക്ബീർ അടിയും എല്ലാം കേൾക്കാൻ എന്തോ ഒരു രസമാണെന്നല്ല. അങ്ങനെ നാസ്തപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് വെക്കലാന്ന് കേട്ടോ. അപ്പോൾ ആച്ചി എണീറ്റ് ഈ ഇച്ചൂസിനും ആച്ചി ചായ എല്ലാം കുടിച്ച് ഇപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ടോ, കുറച്ചാളെല്ലാം വന്ന്. അപ്പോൾ ആണ് ഇവർ പോകുന്നത് കേട്ടോ. കാരണം രാത്രി സ്റ്റാളത്തെ ലൈറ്റെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി എണീക്കാനും കുറച്ച് ലേറ്റ് ആയിട്ട്. അങ്ങനെ ഇച്ചു പള്ളിയിൽ പോയിട്ട് എത്തുമ്പോഴത്തേക്ക് കുറേ ഫ്രണ്ടെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ, അയൽവാസികളാണ്. അപ്പോൾ അവരിൽ കട്ട ഫ്രണ്ട്സാണ്. അങ്ങനെ നാസ്തേൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ അയിപ്പൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓനിക്ക് അവൻ്റെ ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഓനെ കുളിപ്പിച്ച് റെഡിയാക്കട്ടോ. വാപ്പ എത്തുമ്പോഴത്തേക്ക് ഓൻ നല്ല മൊഞ്ചായിട്ട് കാത്തിക്കലാന്ന് കേട്ടോ വാപ്പാന. മുബാറക്ക് ഓനിക്ക് മുബാറക്ക് മാത്രമേ ഉള്ളൂ, ഇതില്ല. അതുണ്ടല്ലേ, എത്ര എണ്ണം പറിച്ചിട്ടങ്ങ് മതിയായി. ഇതെല്ലാം ഇച്ചൂസിൻ്റെ ഫ്രണ്ട്സ് ആട്ടോ, നസലി, അജു. അപ്പോൾ ഇച്ചൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യില്ലാന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും പള്ളിയെല്ലാം കഴിഞ്ഞ് വന്ന് നാസ്തൻ്റെ പണിയിലാണ് കേട്ടോ. ഞാൻ കുറച്ച് കുറുമയും പിന്നെ കുറച്ച് നെയ്പ്പത്തിലും ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ നല്ല ചിക്കൻ ഫ്രൈ എല്ലാം കൂട്ടിയിട്ട് നാസ്ത. അങ്ങനെ ഇതാ ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ ഫുള്ള് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഉപ്പയും അമ്മയും ചിക്കൻ കഴിക്കില്ല. അങ്ങനെ ഇവർക്ക് മട്ടൻ്റെ ബിരിയാണി വേറെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് എൻ്റെ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് എപ്പോഴും ഒരു ഉറക്കുണ്ടാവില്ല. ഒരു ഉറക്ക് പാസ്സാക്കിയാലും റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഉറങ്ങി കുറച്ച് സമയം കിടന്ന് എണീച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഞാനിത് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാട്ടോ പെരുന്നാക്കോടി. അപ്പോൾ അത് ഇട്ടിട്ട് രാവിലെ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് പെരുന്നാക്കോടി കേട്ടോ. ഇതിട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡി. അങ്ങനെ അപ്പോഴത്തേക്ക് പെങ്ങളും ഹസ്ബൻഡും മക്കൾ അങ്ങനെ 2 പെങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതുവരെ കാത്തിക്കാൻ ടൈമില്ല, കാരണം കാസർഗോഡ് നിന്ന് എത്തുമ്പോഴത്തേക്കും കുറേ ടൈം ആവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന ഉമ്മാൻ്റെ ചോറും ഒരു നിർബന്ധം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ചോറെല്ലാം വെച്ച് കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ബ്രദറിൻ്റെ വൈഫും പിന്നെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം കൂടെ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞ് ആച്ചി സിറ്റി പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ നമ്മൾ നേരെ മുഴപ്പിലങ്ങാട്, നമ്മൾ കണ്ണൂരിൽ തന്നെയുള്ള മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകണമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഇച്ചൂസിന് ചെറിയൊരു മൂഡൗട്ടാവും. പെരുന്നാളായിട്ട് എവിടെയും പോയിട്ടില്ല. പാപ്പൻ്റെ വീടും ഉമ്മാൻ്റെ വീടും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ നിർബന്ധത്തിൽ നമ്മൾ ഇറങ്ങി തട്ടാ. ശരിക്കും പെരുന്നാളിൻ്റെ അന്ന് ആർക്കും പോകാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല, കാരണം ആ ബിരിയാണിയും കഴിച്ച് ഒരു ഉറക്ക് അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചു എവിടെ പോകും, പയ്യാമ്പലം പോകണം, അല്ല പയ്യാമ്പലം ബീച്ചിൽ പോകണം, വേറെ ഏതെങ്കിലും ബീച്ചിൽ പോകണം. അപ്പോൾ പെട്ടെന്നൊന്ന് ഇവിടെ ഫെസ്റ്റിവൽ നടക്കുന്നത് ഒരു ഓർമ്മ വന്നേട്ടാ. അപ്പോൾ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാട്ടാ. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാം, ഈ ആസിഫ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരൻ, പിന്നെ കാർണിവൽ ഉണ്ടായിരുന്നു, കുറേ കിഡ്സിൻ്റെ
കുറേ റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇച്ചൂസ് നല്ല റൈഡിലെല്ലാം കയറി, ഐബക്കിന് ഒരു റൈഡിൽ കയറ്റി. പിന്നെ കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ എല്ലാ റൈഡിലും കയറ്റേണ്ടി വരും കേട്ടോ. ഐബക്കിന് ഈ ഒരു കാറിൻ്റെ റൈഡിലും കയറ്റി, ഇച്ചൂസിന് അതായൊരു ഇതിലും കയറ്റിട്ടാ. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് പാട്ടും ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഗാനമേള ഉണ്ടെന്ന് പറയുന്നുണ്ടായിന്. അപ്പോൾ അത് തുടങ്ങി അപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയൊരു ട്രിപ്പിന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നല്ല ജലദോഷവും മൂക്കടപ്പും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് വീഡിയോ ഇടാൻ ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.